ഇതിപ്പോ ഞങ്ങളുടെ ലാസ്റ്റത്തെ സായാഹ്ന മഴ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മള് ലാസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ നമ്മള് വീട് മാറാൻ പോവാണ്. അപ്പൊ നമ്മള് വീട് മാറാനായിട്ടുള്ള എല്ലാ പാക്കിങ്ങും ചെയ്തോണ്ടിരിക്കുക. ഇവിടെ കണ്ടില്ലേ ഫുള്ള് തുടങ്ങിയിട്ടുള്ള പാക്കിങ് ഇതൊന്നും നാളെ രാവിലെ ഞങ്ങള് പോവാൻ. അപ്പൊ നമ്മൾ ഇന്നെല്ലാം പാക്കിങ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കോ ഒരു വീട് എടുക്കുമ്പോ ഒരു വീട് എടുക്കുമ്പോ നമ്മൾ നാളെ രാവിലെ ഫുള്ള് ക്ലീനിങ്ങും ഇന്ന് രാത്രി ഫുള്ള് പാക്കിങ്ങും ആണ്. ഉച്ചയാകുമ്പോ നാളെ കീ പഠിക്കില്ല അഞ്ചോ? പുതിയ യുകെയിലെ സെക്കൻഡ് ഹോമിന്റെ കീ വാങ്ങിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പാക്കിംഗ് ചെയ്ത് കാണിച്ചത് ഇതാണ് ഞങ്ങളുടെ അഞ്ചിന്റെ റൂമും റൂമും. ഞാൻ എന്റെ സ്റ്റഫ്സ് ഇതുവരെ പാക്കിംഗ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ കാര്യം നമുക്കപ്പൊ ഇനി എന്റെ പാക്കിങ്ങിലേക്ക് പോയാലോ. ഞാൻ കിച്ചൺ ആയാലും തുടങ്ങിയിട്ടത് എന്റെ ബാക്കിയുള്ളതൊന്നും കുറച്ച് ചെയ്തിട്ടില്ല. അതാ ഞാനല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രോ ഉണ്ടായിരുന്നേ. പിന്നെ ഡ്രോ ഇതിൽ കുറച്ച് നാളെ എനിക്ക് തിരിച്ചു കയറ്റി വെച്ചു. മടക്കി വെച്ചിട്ട് അയ്യോ വേൾഡ് വൈഡ് തുടങ്ങിയുള്ള കവേഴ്സ്. ഹൈ ക്ലെയറിലെ നമ്മുടെ എഗ്രിമെന്റ് ബേൺ ടു ആഷസ്. ബൈ. സോ ഗൈസ്, അപ്പോൾ 2 ആഴ്ച കൊണ്ട് പാക്ക് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് ഞങ്ങളിപ്പോൾ എല്ലാം മാറ്റി നാളെ തന്നെ ഷിഫ്റ്റ് ചെയ്യാന്നുള്ളൊരു ഡിസിഷനിൽ എത്തി. സോ ഇപ്പോൾ ടൈം 11 മണിയാണ് രാത്രി. ആൻഡ് ഞാൻ എൻ്റെ പാക്കിങ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിനി എൻ്റെ എല്ലാമായ എൻ്റെ എല്ലാ സാധനങ്ങളും ഇന്ന് ഞാൻ പാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം പാക്ക് ചെയ്യണതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് എനിക്കും അറിയില്ല എവിടെ നിന്ന് തുടങ്ങണം, അതുപോലെ അറിയില്ല. സോ ഫുൾ മെസ്സായിട്ട് കിടക്കും. കട്ടനല്ലാതെ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലാങ്കറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ പറയാം UK സമ്മർ ആവാനായി, സ്പ്രിങ് ആണിപ്പോൾ. അപ്പോൾ എന്താ പറയുക, അവരെ 4:30 ആകുമ്പോൾ ഇവിടെ നേരം വെളുക്കും, ഉച്ച പോലെയാവും. അപ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ എന്ന് വെച്ചാൽ ബ്ലൈൻഡ്സ് ആയിരുന്നു. ഞാൻ എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടില്ലേ, ബ്ലൈൻഡ്സ് ആണ്. അപ്പോൾ ഭയങ്കര വെളിച്ചമായിരിക്കും വരാം. ഭയങ്കര വെളിച്ചമായിരിക്കും. അപ്പോൾ ഉറങ്ങാൻ പറ്റും. അവനെ വെളിച്ചമില്ല. അല്ലെങ്കിൽ എപ്പോഴും രാവിലെ ഒരു 5 മണിക്ക് നമുക്ക് എണീച്ച് ഷിഫ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എണീക്കണമല്ലോ. പക്ഷേ രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും. പക്ഷേ ഉറക്കൊന്നും റെഡി ആവില്ല. അപ്പോൾ അങ്ങനെ സെറ്റാക്കിയപ്പോൾ വലിയ സീനില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്നുണ്ട്. നമുക്ക് പാക്കിങ് തുടങ്ങാം. ഓരോ സ്ഥലത്ത് വെച്ച് തുടങ്ങാം. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, നമ്മളിവിടെ വന്നിട്ട് മേടിച്ച കുറച്ച് വിൻ്റർ ഡ്രസ്സുകളാണ്. ദാറ്റ് മീൻസ് ഈ വിൻ്റർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വൂളനാണ്, ഇറ്റ്സ് ബൾക്കി. അപ്പം ഇത് വയ്ക്കുമ്പോൾ എൻ്റെ പെട്ടി നിറഞ്ഞു. എനിക്കറിയാൻ മേലെ എങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി നിറച്ച് പോകുന്നു. ഓ മൈ ഗോഡ്. കവറിലൊക്കെ ആയിട്ട് പോവാം. 2 സ്യൂട്ട് കേസും ബാക്കി കവറിലാക്കാം. ഞാനപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു സ്യൂട്ട് കേസ് കംപ്ലീറ്റ്ലി ഞാൻ ഫില്ല് ചെയ്തു. ഇനി സെക്കൻഡ് നമുക്ക് എടുക്കാം. ഓക്കെ, ഈസിയാ. ഗൈസ്,
ഇതൊക്കെ എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്. ഒരു വിൻ്റർ വന്നു പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ കാണുന്നില്ല. ശരിയാ, വിൻ്ററിൽ ഇതൊക്കെ യൂസ്ഫുള്ളാണ്. ബട്ട് സമ്മർ ഇപ്പോൾ ആണ്. ഇപ്പോൾ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യണില്ല. ഇതൊക്കെ ഞാൻ മാക്സിമം 1 ടൈം ഈ 2 ടൈംസ് ഞാൻ ഇട്ടിട്ടുള്ളതൊക്കെ. അതുപോലെ ഈ കിടക്കണ ഈ സാധനം മൊത്തം ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ബെഡിലിട്ടേക്കണത് മൊത്തം സമ്മറിൻ്റെ വേസാണ്. ബാക്കി പെട്ടിയിലേക്ക് വെച്ചപ്പോൾ മാത്രം എൻ്റെ പെട്ടി നിറഞ്ഞു വിൻ്റർ സാധനങ്ങൾ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂഷ്വൽ കാര്യങ്ങളായിരിക്കും. എനിവേസ് ഞാൻ കുറേയൊക്കെ കവറിലേക്ക് ആക്കാന്നിരിക്കുന്നു. കാരണം പെട്ടികൾ നിറഞ്ഞു. എങ്ങനെയാലും പോകണ്ടേ. എനിക്ക് ഒരു കംപ്രസർ കിട്ടിയിരിക്കുന്നു ഗൈസ്. ലോസ്റ്റിച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ സമ്മറിൻ്റെ ഡ്രസ്സുകളൊക്കെ അതിലേക്ക് കംപ്രസ് ചെയ്ത് വെച്ച് ഒരു കവറിലേക്ക്, അത് തന്നെ ഒരു കവറുണ്ടല്ലോ, അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ഥലം കിട്ടൂലേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമ്മർ വെയേഴ്സ് ഉണ്ട് ഇവിടെ. കാണിച്ചാൽ ഈ കിടക്കുന്നതൊക്കെ ഫുൾ ഡ്രസ്സസ്സാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് അങ്ങോട്ട്. താങ്ക് യു ആമീന. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എത്രയുണ്ട്? എൻ്റെ ഒരു ആളുടെ മാത്രം. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെയാണ് ഗൈസ്. എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ഊബർ എക്സലിൽ വിളിച്ചിട്ട് പോകണം. മനസ്സിലായോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നീണ്ടൊരു പാക്കിംഗ് ആയിരുന്നു. ഏകദേശം പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി എന്താ, ഇനി പോവാ. വിട പറയുകയാണ്. ഞാൻ പിടിക്കാമീ. അൽവിനം തോമസ് അങ്ങനെ വീടിനോട് വിട പറയുകയാണ്. എന്താണ് തങ്ങൾക്ക് ഈ മുഹൂർത്തത്തിൽ പറയാനുള്ളത്? I don't have anything to say because കുറേ load of items ഇവിടെ ഉണ്ട്. ഇവരും മടക്കി ഒതുക്കി വെക്കുമ്പോൾ പോകണ്ട എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇതൊക്കെ ഇനി കവറുകളിലാക്കണം. Okay, thank you for your feedback. Shaktiman. Dun, 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 dun. ഇവിടെ എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ല. എല്ലാവരും പോവാനായിട്ട് എല്ലാം പാക്ക് ചെയ്ത് താഴെ എത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഞങ്ങളപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്. ആക്രി ബാക്രി എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഇത് 2 പേരുടെയാണ്. ബൈ ജോസ്. ഞാൻ വരാം, വേഗം വരാവേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞാൻ എൻ്റെ സ്റ്റഫ്സ് ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എക്സ്റേ എനിക്ക് വേണ്ടിയിട്ടാണ്. പോവാണ്. നമുക്ക് നാം തന്നെയല്ലേ ഇപ്പം എനിക്ക് ആ 2 റെഡ് കളർ സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നതാ. ഇപ്പൊ നോക്ക എൻ്റെ സാധനങ്ങൾ സ്റ്റഫ്സ്. ഓ മൈ ഗോഡ്, ഇപ്പൊ കണ്ട എൻ്റെ അവസ്ഥ ഗൈസ്. അപ്പോൾ ഇതാണ് 7 ഹൈ ക്ലയറിൽ ഞങ്ങൾ എൻ്റെ ലാസ്റ്റ് ഡേ. ബൈ 7. ബൈ. For my friends to see some video. That's a Thank you so much. 1, 2, 3, start. വീട്ടിലെത്തിയിരിക്കുന്നു. എല്ലാ സാധനവും പുള്ളിക്ക് കയറ്റി തന്നെ വക്കമോ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ സ്റ്റഫ്സ് മാത്രം കൊണ്ട് ഇവിടെ ഇവര് നേരത്തെ എത്തിയായിരുന്നു. ഇവരുടെ സ്റ്റഫ്സ് മോളിക്ക് ഇവരുടെ റൂമിലേക്ക് കയറ്റി. അങ്ങനെ ഈ So, this is her own key for the house.
Welcome to your new home. താങ്ക് യു. എല്ലാവർക്കും കീസ് ഉണ്ട്. അതെ, അപ്പൊ ഞങ്ങളുടെ key. അപ്പൊ ഓരോ റൂമിൽ ഓരോ കീസ് ആണ് കേട്ടോ. അപ്പൊ സോ ഹാപ്പി ടു ബി ഹിയർ. This is one of the achievements. ഫുള്ളി നമ്മള് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടില്ല എങ്കിലും കുറച്ചും കൂടി ഒരു ലെവലപ്പ് ആയിട്ടുള്ള വീട്ടിലേക്ക് അതെ, നമ്മൾ കുറച്ചൊരു ഒരു റെന്റാണ് ഞങ്ങള്. എന്നാലും ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് കൂടി ഇങ്ങനെ നല്ല അടിപൊളി സെറ്റപ്പ് കിട്ടി. ടി വി ഉണ്ട്. ഇനിയുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വഴിയാണ്. ബൈ.